സംഘർഷ സാധ്യതയേറുന്നു എന്ന ചോദ്യത്തിന് സംഘർഷ സാധ്യതയേറുക തന്നെയാണ്. ഇപ്പോൾ കശ്മീരിലേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുന്നു. അവിടെ ഇന്ന് കരസേനാ മേധാവി എത്തി പ്രത്യേക ചർച്ചകൾ നടത്തുകയാണ്. യുദ്ധവിമാനങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ കടലിലൂടെയുള്ള ഏറ്റുമുട്ടലിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു വിമാനവാഹിനി കപ്പൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനില്ല, അത് ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ INS സൂററ്റ് പരീക്ഷണം നടത്തിക്കഴിഞ്ഞു. അതിൽ നല്ല പ്രഹരശേഷിയുള്ളതാണ്. റഷ്യൻ നിർമ്മിത സുഖോയ് നമുക്കുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് കൂടുതൽ സൈനികമായും നല്ല ശക്തി നമ്മളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കം ഒരു വശത്ത് നടക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ യുദ്ധത്തിലേക്കൊന്നും പോവുകയല്ല. ഒരു തിരിച്ചടി ഉണ്ടാവും, ഒരു ബാലക്കോട്ട് പോലെ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷെ അത് നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യും എന്ന രൂപത്തിലാണ് അത് കാണുന്നത്. അതായത് ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടായാൽ പിറ്റേ ദിവസം മറുപടി നൽകുക എന്ന രൂപത്തിലായിരിക്കില്ല. അതിനൊരു സമയവും സാഹചര്യവും തീരുമാനിച്ച ശേഷം അത് അതീവ രഹസ്യമായി തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിലപ്പുറം നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ സിന്ധു നദീ ജല കരാർ റദ്ദാക്കി എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. ഈ നേരത്തെ പല യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഈ പറഞ്ഞ 71-ലും 99-ലും ഒന്നും ഈ കരാർ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ഉറിയിൽ ആക്രമണം നടന്നപ്പോൾ, പുൽവാമ ആക്രമണത്തിൻ്റെ സമയത്തൊന്നും ആ തീരുമാനത്തിലേക്ക് പോകാതിരുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കരുതി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ കരാർ പോലും നോക്കൂ, 1960-ൽ ഒരുപാട് തർക്കം ഈ നദീ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കരാറിലേക്ക് പോകുന്നത്, ലോകബാങ്കിൻ്റെ മാധ്യസ്ഥത്തിൽ പോകുന്നതെന്ന് നെഹ്റു ആണ് പ്രധാനമന്ത്രി. അവിടെ പാകിസ്ഥാനിൽ മാർഷൽ അയൂബ് ഖാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കരാറിലേക്ക് ഒപ്പുവെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു നിലപാട് മനുഷ്യത്വപരമായ ജലകരാർ എന്നുള്ളതായിരുന്നു. ആ ജലകരാർ അങ്ങനെയാണ് എന്ന് പറയാൻ കാരണം ഈ സിന്ധു നദി എന്ന് പറയുമ്പോൾ സിന്ധു ചെനാബ് ജലം ഇതിൻ്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഇന്ത്യക്കായിരുന്നു. ആ വെള്ളത്തിൽ വാർഷിക ഒഴുക്കെന്ന് പറയുന്നത് 99 ബില്യൺ ഘനമീറ്ററാണ്. അതിൻ്റെ 20% മാത്രം നമ്മളെടുത്താൽ മതി, ബാക്കി 80% അവർക്ക് കൊടുക്കുകയാണ്. ആ രൂപത്തിലാണ് ആ കരാർ ഉണ്ടായിരുന്നത്. അത്രത്തോളം മനുഷ്യത്വപരമായ വിശാല വീക്ഷണത്തോടെ നല്ല അയൽക്കാരാകുമെന്ന പ്രതീക്ഷയിൽ ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ ഒരു കാലത്തും തൊടണ്ട എന്നൊരു തീരുമാനം രാജ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടും 2021-ൽ നമ്മളിവിടെ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എത്ര തവണ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഈ കരാറിനെ തൊട്ടിട്ടില്ല. പക്ഷേ ഇത് നെറുകൻ തലയ്ക്കടിക്കുക എന്ന് പറയും, നെറുകിലടിക്കുക എന്ന് പറയും. ആ രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ നമ്മളെ ആ രൂപത്തിലേക്ക് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതിനൊരു സാഹചര്യം അവർ തന്നെ സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആ തീരുമാനത്തിലേക്ക് വരുമ്പോൾ, ഇന്നിപ്പോൾ ഉന്നതതല സമിതി യോഗം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ പല രൂപത്തിലാണ്, അതായത് ഇനി ഈ കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണ് അല്ലെങ്കിൽ തൽക്കാലം മരവിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം മാധ്യസ്ഥം വഹിച്ച ലോകബാങ്കിനെ അറിയിക്കും. നമ്മുടെ ഡാമിൻ്റെ സംഭരണ ശേഷി ഉയർത്തും. അതോടൊപ്പം ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കാം, വെള്ളം അങ്ങോട്ട് പോകാതിരിക്കാം, പുതിയ ഡാം നിർമ്മിക്കാം. അതിപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല, അങ്ങനെ പോകില്ലായിരിക്കും. പക്ഷേ ഡാം സംഭരണ ശേഷി ഉയർത്തുന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ കുടിവെള്ളം മുട്ടുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാകുന്നു. അവിടെ ഇപ്പോൾ കാർഷിക വൃത്തിക്കൊക്കെ ഇവിടെ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെയാണ്, കാരണം 80% ജലമാണ് അങ്ങോട്ട് കിട്ടുന്നത്. വിവിധ നദികളിൽ നിന്ന് ഒഴിച്ചെല്ലുന്ന വെള്ളമാണ് അവിടേക്ക് എത്തുന്നത്. അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദരിദ്ര രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അവിടെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടുള്ള സാഹചര്യം. അവർ കൃഷി പോലും നശിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ സർക്കാർ അതിലൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതായിരിക്കും അവിടുത്തെ ജനങ്ങൾക്കും ബോധ്യമാവുക. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനവിരുദ്ധമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്ലോട്ട്. അതെ, അതാണ് ഇൻസർജന്റ് ഗ്രൂപ്പുകളാണ് അത് ചെയ്യുന്നത് അവിടെ. അതായത് ഈ സർക്കാരുണ്ടല്ലോ, ഈ ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിനോടുള്ള ഈ ഭീകരവാദ വിഭാഗങ്ങളുടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് വെച്ചിട്ടാണ് അവർ ഈ പ്ലോട്ട് ആസൂത്രണം ചെയ്യുന്നത്. ഈ പ്ലോട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ വലിയൊരു സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഈ കുടിവെള്ളം അടക്കമുള്ള പ്രശ്നം, ഇലക്ട്രിസിറ്റി അടക്കമുള്ള പ്രശ്നം, കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ, അവരുടെ കൃഷി നശിക്കുന്ന അവസ്ഥ, സ്വാഭാവികമായിട്ടും ദ ഗവൺമെന്റ് വിൽ ബിക്കം അൺപോപ്പുലർ. അങ്ങനെ അൺപോപ്പുലർ ആക്കി ഡീത്രോൺ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലോട്ട് എന്ന് പറയുന്നത്. ശരി, ഷഹബാസ് ഷെരീഫിന് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ആഭിമുഖ്യമൊക്കെ ഉള്ള പ്രധാനമന്ത്രിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ സൈനിക മേധാവിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സൈനിക മേധാവി ഈ തരത്തിൽ അവിടെ ഒരു അധികാരം പിടിച്ചെടുക്കുക. യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയാണ് ഭരിക്കുന്നത്, ഇസ്ലാമാബാദിൽ ഭരണമേ ഇല്ല. പവർ സെന്റർ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന ജനറൽ അസീം മുനീറിന്റെ കയ്യിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത്. അതെ, അസീം മുനീറിന്റെ നിർദ്ദേശം യഥാർത്ഥത്തിൽ ഈ ഭീകരർ നടപ്പാക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വലിയ എന്താ
പറയുക ആഘാതം ഇനി അനുഭവിക്കാൻ പോകുന്ന ആ രാജ്യമാണ്. പഴയതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്നലെ നമ്മൾ സംസാരിച്ചാണ്, ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയില്ല. ഇന്നിപ്പോൾ അമേരിക്കയും ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു, ബ്രിട്ടൻ പ്രതികരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചൈനയുടെ പിന്തുണ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ പോലും ആ പിന്തുണ കൊണ്ട് അവിടുത്തെ ആഭ്യന്തര സാഹചര്യം മാറുന്നില്ലല്ലോ. ഈ യുദ്ധമുണ്ടാകുന്ന അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ആയുധങ്ങൾ, പടക്കോപ്പുകൾ, ആ രൂപത്തിലുള്ള സഹായം നൽകുമായിരിക്കും. അതല്ലാതെ അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ അമ്പയെ തകർന്നിരിക്കുന്നു എന്നുള്ളൊരു പശ്ചാത്തലം അവിടെയുണ്ട്. അപ്പോൾ അത് കൂടുതൽ സങ്കീർണമാകുകയും മോശമാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ തെളിവ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. ആ തെളിവ് അവരായിട്ട് തരുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രതികരണം വരുന്നത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഈ ഭീകരർ എന്നുള്ള പ്രതികരണം വന്നിരിക്കുകയാണ്. ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഇതുമായിട്ട് എന്നുള്ള പ്രതികരണം വന്ന ശേഷം ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. പിന്നെ കാലാകാലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഭീകര സംഘടനകൾക്ക് സാമ്പത്തികം നൽകി അവരെ സഹായിച്ചിട്ടുണ്ട്, അതിന് ഞങ്ങളെ അതിലേക്ക് നയിച്ചത് അമേരിക്കയാണ് എന്നൊരു കുറ്റപ്പെടുത്തലും നടത്തുന്നുണ്ട്. ഇതൊക്കെയും പ്രതികരണങ്ങളായി അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു തെളിവ് നൽകുക എന്ന് പറയുമ്പോൾ ഇവിടെ തുടർച്ചയായി നമുക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഉണ്ട്. ഇപ്പോൾ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികൾ പറഞ്ഞതാണ്. അതെ, മാത്രമല്ല പക്ഷേ അമേരിക്കയിൽ അഭയം തേടിയ അതിൻ്റെ ആസൂത്രകൻ ഡേവിഡ് ഹെഡ്ലിയുണ്ട്. അവരാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് തിരിച്ചു കിട്ടിയത് തന്നെ എത്ര കഴിഞ്ഞിട്ടാണ്. അവിടെ ഒരു നിയമയുദ്ധമൊക്കെ അയാൾ അവിടെ നടത്തുന്നു, നിയമപോരാട്ടം നടത്തുന്നു. അവിടെ പരാജയപ്പെട്ട ശേഷം മാത്രമേ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണമായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്, അവർ തന്നെ വെളിപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുമായുള്ള ബന്ധം കുറച്ചുകൂടി ശക്തമാണ് എന്നൊരു അനുകൂല സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ സംയമനം പാലിക്കണമെന്നൊക്കെ ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട് എങ്കിൽ കൂടി അത് ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക, സമാധാനം കാക്ഷിക്കുന്നു എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. നമ്മളെ ഇങ്ങോട്ടാണ് ആക്രമിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ അതിനുള്ള പിന്തുണ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജലം കൊണ്ടുള്ള ജലയുദ്ധം എന്ന് അവർ വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജലയുദ്ധം തന്നെയാണ്. നമ്മൾ ആ ജലയുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയും അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചപ്പോൾ ഈ വ്യോമപാത അടയ്ക്കൽ അതൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ ഓരോ എയർലൈൻസുകളുടെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യം നേരിടാൻ എന്നുള്ളത്. ഒരുപക്ഷെ എയർ ടിക്കറ്റുകളുടെ പൈസ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. യാത്രയുടെ ദൈർഘ്യം കൂടാനുള്ള സാഹചര്യം ഉണ്ടാകാം. ഇതൊക്കെ തന്നെയും ഉണ്ടാകാം. പക്ഷേ അത് നമുക്ക് നേരിട്ടേ പറ്റുകയുള്ളൂ. ഇതാണ് പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്തുന്ന ഉപരോധങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം. അതല്ലാതെ ഷിംല കരാറുമായി ബന്ധപ്പെട്ടൊന്നും വലിയ ബുദ്ധിമുട്ട് ഇന്ത്യയെ സംബന്ധിച്ചില്ല. അതിൽ അവർക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. Meet the editors.